സാറേ, അമർനാഥ് യാത്ര തകർക്കാനായിട്ട് പാകിസ്ഥാൻ പല ശ്രമങ്ങളും നടത്തുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ എന്തോ ഒരു ശ്രമം നടന്ന് കണ്ടെത്തിയെന്നും കേൾക്കുന്നു. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അമർനാഥ് യാത്ര ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 52 ദിവസമാണ് ഈ യാത്ര നടക്കുന്നത്. അപ്പോൾ ഇത് തകർക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ചാരസംഘടന പട്ടാളത്തിൻ്റെ ISI അവർ ഖലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ചേർന്ന് ഒരു ശ്രമം നടത്താൻ പോകുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് ഇന്ത്യൻ ഏജൻസികൾ തകർത്തു എന്നുള്ള റിപ്പോർട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം. ഇത് ഖലിസ്ഥാൻ തീവ്രവാദികളെ ISI ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭീകരമായ അവസ്ഥയാണത്. കാരണം ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പോൾ പഞ്ചാബിൽ ഇത് വല്ലാതെ വേര് പിടിക്കുന്നുണ്ട്. ഖലിസ്ഥാൻ അമൃത്പാൽ സിംഗ് ജയിക്കുകയൊക്കെ ചെയ്തില്ലേ? ബിയാൻ സിംഗിന്റെ മകൻ ജയിച്ചു, ജയിലിൽ കിടക്കുന്നു. പിന്നെ വേറെ ആളുകളും ഒക്കെ മത്സരിക്കാനൊക്കെ നോക്കുന്നു. ദിബ്രുഗഡിലാണ് അമൃത്പാൽ സിംഗ് കഴിയുന്നത്. ഈ അമൃത്പാൽ സിംഗിന് വേണ്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു MP ലോക്സഭയിൽ വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. പിന്നെ കോൺഗ്രസിന് അയാളെ തള്ളി പറയേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അമൃത്പാൽ സിംഗിനെ ജനം തിരഞ്ഞെടുത്തെങ്കിൽ അമൃത്പാൽ സിംഗിനെ മോചിപ്പിക്കണം എന്നാണ് കോൺഗ്രസിന്റെ MP ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തെ തുടർന്ന് 1984 സിഖ് കൂട്ടക്കൊല നടന്നതാണ്. ഇതൊന്നും ഓർമ്മയില്ലാതെയാണ് ഇപ്പോൾ ഈ തീവ്രവാദികൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ISI ഖലിസ്ഥാനികളെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാബർ ഖൽസ ഇൻ്റർനാഷണൽ ഈ സംഘടനയാണ് ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ബാബർ ഖൽസ ഇൻ്റർനാഷണലിനെയാണ് ISI ഉപയോഗിച്ചിരിക്കുന്നത്. തീർത്ഥാടകരെ ആക്രമിക്കാനുള്ള പദ്ധതി ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. പത്താൻകോട്ടിനടുത്ത്, പഞ്ചാബിൽ പത്താൻകോട്ടിനടുത്ത ഗ്രാമത്തിൽ ഇവർ ജൂണിൽ ആധുനിക ആയുധങ്ങളുമായിട്ട് ഈ ഭീകരരെ ഒരു റെയ്ഡിൽ പിടിച്ചിരുന്നു. പഞ്ചാബിലൊരു ഹിന്ദു പ്രഭാഷകന് ഭീഷണിക്കത്ത് കിട്ടിയിരുന്നു ഈ ഖലിസ്ഥാൻ ഗ്രൂപ്പിൽ നിന്ന്. ആ കാര്യത്തിലൊരു FIR ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന 2 സംഭവങ്ങൾ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബാബർ ഖൽസ ഇൻ്റർനാഷണലുമായിട്ട് ISI ചേർന്ന് ഒരു ആക്രമണം നടത്താനുള്ള പദ്ധതി നമ്മൾ പൊളിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. യാത്ര നടക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം അത് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 28 ദിവസം, ഇപ്പം ഇന്ന് 29ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 28 ദിവസം അമർനാഥ് യാത്രയിൽ 4 ലക്ഷം പേരാണ്, തീർത്ഥാടകരാണ് പങ്കെടുത്തത്. വലിയ തീർത്ഥാടകരുടെ കൂട്ടമാണ്. അതെ, കൂട്ടമാണ്. ഈ ബാബർ ഖൽസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഭീകര സംഘടന. ബാബർ ഖൽസ എന്ന് ചുരുക്കത്തിൽ പറയുന്നത് ഈ ഖലിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ പഞ്ചാബ് ഉണ്ടല്ലോ, പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്. ഈ 2 സ്ഥലത്തും പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ബാബർ ഖൽസ എന്ന് പറയുന്നത്. അവർ ഒരുപാട് സായുധ അക്രമങ്ങൾ, വധശ്രമങ്ങൾ, വധങ്ങൾ, കൊലപ്പെടുത്തലുകൾ, ബോംബ് സ്ഫോടനങ്ങൾ ഒക്കെ ഈ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് വടക്കേ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, സ്കാൻഡിനേവിയയിലും ഉണ്ട്. സാധാരണഗതിയിൽ കുഴപ്പമില്ലാത്തൊരു മേഖലയാണത്, അവിടെയുണ്ട്. ഇത് 1978 ഈ നിരങ്കാരി വിഭാഗമുണ്ടല്ലോ സിഖുകാർ, അവരുമായിട്ടുള്ള സംഘർഷത്തിനെ തുടർന്ന് ഉണ്ടാക്കിയതാണ്. അത് 80കളിൽ മുഴുവൻ വളരെ സജീവമായിരുന്നു ഈ സംഘടന. പഞ്ചാബിൽ ഈ ഭീകരാവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് ബിന്ദരൻ വാലിയൊക്കെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. 1985 ജൂണിൽ ഇത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 കാനഡയിൽ തട്ടിക്കൊണ്ടുപോയിട്ടേ, റാഞ്ചി കൊണ്ടുപോയിട്ട് 329 യാത്രക്കാരെ കൊന്നതോടുകൂടി മിക്കവാറും ആളുകൾ കാനഡക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്, കനേഡിയൻ പൗരന്മാർ. അങ്ങനെ 329 പേരെ വിമാന റാഞ്ചി കൊലപ്പെടുത്തിയതോടു കൂടിയിട്ടാണ് ഈ ബാബർ ഖൽസ കുപ്രസിദ്ധമായത്. ലോകമാകെ
അറിയപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ 1985 ഈ നരിറ്റ രാജ്യാന്തര വിമാനത്താവളത്തിലെ ബോംബിംഗ് ശ്രമത്തിലും അതേ ദിവസം ഈ കനിഷ്ക സംഭവത്തിൻ്റെ കൂടെ തന്നെ മറ്റൊരു ബോംബിങ്ങിന് ശ്രമം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. പക്ഷേ അതും ബബ്ബർ ഗൾസ തന്നെയാണ് ചെയ്തത്. ആ കനിഷ്ക കേസിലേക്ക് പ്രതികളെ ആയുധം കൈവശം വെച്ചു അനധികൃതമായിട്ട് എന്ന് പറഞ്ഞ കേസിലെ കാനഡ ശിക്ഷിച്ചിരുന്നുള്ളൂ. മറ്റ് കേസ് എടുത്തില്ലല്ലേ? അല്ലാതെ വിമാനത്തിലെ കേസുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിരുന്നില്ല. ഇത് അമേരിക്കയിൽ, കാനഡയിൽ, UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും മലേഷ്യയിലും ഇന്ത്യയിലും ഒക്കെ ഇത് നിരോധിച്ച് കഴിഞ്ഞ ഒരു സംഘടനയാണ് ഈ ബബ്ബർ ഗൾസ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഗുഹാക്ഷേത്രമാണ് അമർനാഥ് ബാബയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. 3888 മീറ്റർ കടൽ നിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിൽ. 2 റൂട്ടാണ്. ഒന്ന് പഹൽഗാം വഴി തെക്ക് നിന്ന്, അത് 48 കിലോമീറ്റർ. അതാണ് ഈ പൈതൃക റൂട്ട്, പഴയ റൂട്ട്. 4-5 ദിവസം എടുക്കും ആ റൂട്ട് വഴി പോകാനായിട്ട് അമർനാഥ് വരെ. രണ്ടാമത്തത് ബാൾട്ടൽ വഴി ആണ്. അത് 14 കിലോമീറ്ററേ ഉള്ളൂ. അത് താരതമ്യേന പുതിയ റൂട്ടാണ്, ഒറ്റ ദിവസം കൊണ്ട് ചെല്ലും. ഇപ്പോൾ കൂടുതൽ ആളുകളും എളുപ്പം എന്ന് പറഞ്ഞിട്ട് അതാണ് എടുക്കുന്നത്. ജൂൺ 29 തുടങ്ങിയത്, 52 ദിവസം. പഹൽഗാം പർവ്വതനിരയിലാണ് ക്ഷേത്രം. ഓഗസ്റ്റ് 19 വരെ ഇനി യാത്രയുണ്ട്. അപ്പോൾ ഭീഷണി ഒഴിവായിട്ടില്ല. ഇനിയും ഉണ്ടൊരു 10-20-22 ദിവസം. ഇപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ ഭീഷണി കാരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഒരു തീർത്ഥാടകനും തുരങ്കം കിടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന വാഹനം കാസിഗണ്ടിലെ വാൾനട്ട് ഫാക്ടറി 5 മണിക്കുള്ളിൽ കടന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തീർത്ഥാടകർ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 6 മണി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി കണ്ടാൽ അത് ബേസ് ക്യാമ്പ്, സുരക്ഷാ ക്യാമ്പിലേക്ക് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമ്മുവിൽ ഭഗവതി നഗറിൽ നിന്നാണ് പഹൽഗാമിലേക്കുള്ള യാത്ര, ബാൽറ്റനിലേക്കുള്ളത് തുടങ്ങുന്നത്. 48 കിലോമീറ്ററാണ് പരമ്പരാഗതം. ഞാൻ പറഞ്ഞല്ലോ പഹൽഗാം. 1996 ഈ ചെറിയ റൂട്ട് സോണാമാർഗ്, ബാൽറ്റൽ, ആ റൂട്ട് വന്നത്. കൂടുതൽ ഇത് ഉപയോഗിക്കുന്നു. 4 ആക്രമണങ്ങളാണ് ഈ അമർനാഥ് യാത്രക്കെതിരെ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഇക്കൊല്ലല്ല, മൊത്തത്തിൽ. അത് 2000, 2001, 2002, 2017. ഇത്തവണ ത്രിതല സുരക്ഷ, 3 ടയർ സുരക്ഷ ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശിവഖോറി ക്ഷേത്രത്തിൽ നിന്ന് വൈഷ്ണോ ദേവിയിലേക്കുള്ള യാത്രാ സംഘത്തിനെ റീസിയിൽ ആക്രമിച്ചിരുന്നു. മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം. ഈ മോദി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണല്ലോ ആക്രമണം. ഇപ്പൊ കഴിഞ്ഞ ദിവസവും അങ്ങനെയാണ് ആ ആക്രമണം നടന്നത്. പാകിസ്ഥാൻ മോദി വിദേശ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോഴാണ്. അന്ന് 9 പേര് കൊല്ലപ്പെട്ടിരുന്നു. ആ ബസ്സിനെ ആക്രമിച്ചിട്ട് കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ സുരക്ഷാ നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് CCTV ഉണ്ട്, ഡ്രോണുകളുണ്ട്. നുൻവാറിന് താഴെ ക്യാമ്പിൽ മോക്ക് ഡ്രിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ആ മോക്ക് ഡ്രിൽ എങ്ങനെയാന്ന് വെച്ചാൽ 2 ഭീകരർ ബൈക്കിൽ വരുന്നു എന്നുള്ള മട്ടിൽ പട്ടാളം തന്നെയാണ് നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, ഭീഷണി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹൈടെക് കമാൻഡ് കൺട്രോൾ സെന്റർ ഉണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 20 വകുപ്പുകൾ യോജിച്ച് ചേർന്നാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ CRPF ഉണ്ട്, NDRF ഉണ്ട്, SDRF ഉണ്ട്, ഹെൽത്ത്, PHE, PDRD, ടെലകോം, MRT, ഇങ്ങനെ 360 ഡിഗ്രി ഈ ചുറ്റുന്ന ക്യാമറ
എല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഈ ISIയും ബബ്ബർ ഗേൾസും ചേർന്ന് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്താനായിട്ട് പദ്ധതി ഇട്ടത് നമ്മൾ പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ സാർ, ഈ അമർനാഥ് യാത്രയിൽ ഇപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുമായിരുന്നു. അപ്പോൾ ഇന്ത്യ ആ മേഖലയിലെല്ലാം ശക്തി ആർജിക്കുന്ന കണ്ടിട്ടൊന്ന് തകർക്കുക, അല്ലെ, മെന്റലി ബ്രോക്കൺ അങ്ങനെ ആയിരിക്കുമോ? അല്ല, നേരത്തെ നമ്മൾ സംസാരിച്ചത് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹിന്ദു തീർത്ഥയാത്രയാണല്ലോ, അതിനെയും കൂടി പേടിപ്പിക്കുക. ഒരെണ്ണം നടന്നു കഴിഞ്ഞു, വൈഷ്ണോ ദേവിയിലേക്കുള്ളത്. ഇനി അമർനാഥ് യാത്രയും കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. ആഗോള ഇമ്പാക്റ്റ് തന്നെയൊക്കെ ഉണ്ടാക്കും. രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കും. അപ്പം നമ്മളെന്തായാലും ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ട് അവർക്ക് കൊണ്ടാടാം. ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അതാണ്. ഒരു പക്ഷേ നമ്മളൊരു 2 മാസം നീട്ടി വെക്കണം എന്നൊക്കെ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞേക്കാം. സുപ്രീം കോടതി സമ്മതിക്കാനും സാധ്യതയുണ്ട് സെപ്റ്റംബറിൽ ചില കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ ഇത് എന്നേക്കുമായിട്ട് നീട്ടിവെക്കണം എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്നിലുള്ള വേറൊരു രാജ്യത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ BAT വരുന്ന ഒരു സ്ഥലത്ത് ആക്രമിക്കുന്നു, ഇവർ വേറെ സ്ഥലത്ത് ആക്രമിക്കുന്നു, മൊത്തത്തിൽ അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കുക. അതെ, പേടിപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക. വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോകരുത്. ആ സമയത്തും ആക്രമണങ്ങളിൽ അതാണ് ഈ സീൻ ജമ്മുവിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജമ്മു ആണല്ലോ ഹിന്ദുക്കളുടെ സ്ഥലം. പണ്ഡിറ്റുകൾ തിരിച്ച് പോയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ജമ്മുവിലേക്ക് കടന്നു കയറാൻ അതിന് എളുപ്പമാണോ കാശ്മീരിനെക്കാട്ടിലും? LOC വളരെ എളുപ്പമാണ്, നിയന്ത്രണ രേഖയിൽ നിന്ന്. മറ്റേത് രാജ്യാന്തര ബോർഡറാണല്ലോ. മറ്റേ LOCയും ജമ്മുവിലത്തത് രാജ്യാന്തര അതിർത്തിയുമാണ്. അപ്പോൾ രാജ്യാന്തര അതിർത്തിയിൽ ജമ്മുവിൽ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ അമർനാഥ് യാത്ര സംബന്ധിച്ച് ത്രിതല സുരക്ഷ വരുത്തിയിരിക്കുന്നത്. അത് മറ്റേ വൈഷ്ണോ ദേവി ആക്രമണം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.